നമസ്കാരം. ഇറാനിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭക്കാരോട് പ്രക്ഷോഭം തുടരാൻ ആഹ്വാനം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തു വന്നു കഴിഞ്ഞു. പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്ന ഇറാനിലെ ഉദ്യോഗസ്ഥർ വളരെ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രക്ഷോഭത്തിൽ എത്ര പേർ മരിച്ചു എന്നതിന് കൃത്യമായ കണക്കില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാൻ വിജയിക്കണമെന്നും തനിക്ക് വിജയിക്കുന്നതാണ് ഇഷ്ടമെന്നും ട്രംപ് വ്യക്തമാക്കി. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയതിനും 2020 ഇറാനിലെ ജനറൽ ഖസീം സൊലൈമാനിയെ കൊലപാതകത്തിനും തുല്യമായ വിജയമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വെനസ്വേലയിലെ സംഭവങ്ങൾ ഇന്നും ലോകം മറന്നിട്ടില്ല. ഒരു രാജ്യത്തിന്റെ ഭരണത്തലവനെ അന്താരാഷ്ട്ര നിയമങ്ങളും ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തി അമേരിക്ക കടന്നുകയറി പിടിച്ചുകെട്ടി നടത്തിയ നീക്കങ്ങൾ ആ രാജ്യത്തെ എങ്ങനെ തകർത്തു എന്നത് ചരിത്രം തന്നെയാണ്. ഇപ്പോൾ അതേ മാതൃക ഇറാനിലേക്കും ആവർത്തിക്കപ്പെടുമോ എന്ന ഭീതിയാണ് ലോകത്തെ നടുക്കുന്നത്. ഇറാന്റെ ഭരണാധികാരിയെ പിടികൂടി തടവിലാക്കുക, ഭരണകൂടത്തെ തകർക്കുക, തുടർന്ന് മാറ്റി നടപ്പാക്കുക. ഈ ഭീകര രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ തിരക്കഥ ട്രംപിന്റെ മനസ്സിൽ ഇതിനകം തയ്യാറായി കഴിഞ്ഞുവെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് അമേരിക്കയുടെ ഓരോ നീക്കവും. ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയം സമാധാനത്തിന്റെ രാഷ്ട്രീയമല്ല. അത് ഭീഷണിയുടെയും അടിമത്തത്തിന്റെയും ശക്തി പ്രദർശനത്തിന്റെയും രാഷ്ട്രീയമാണ്. ആഭ്യന്തരമായ തിരഞ്ഞെടുപ്പ് സമ്മർദ്ദങ്ങളും ജനപ്രീതിയിൽ ഇടിവും നേരിടുന്ന ഒരു നേതാവ് വിദേശ യുദ്ധങ്ങളെ തന്റെ രാഷ്ട്രീയ ആയുധമാക്കുന്ന കാഴ്ച ലോകം മുൻപും കണ്ടിട്ടുണ്ട്. ഇറാൻ വിഷയവും ട്രംപിന് ഒരു യുദ്ധ രാഷ്ട്രീയ ആയുധം മാത്രമാണ്. അമേരിക്ക ശക്തമാണ്, അമേരിക്ക ഭയപ്പെടുന്നില്ല എന്ന മുദ്രാവാക്യം ആവർത്തിച്ച് സ്വന്തം അനുയായികളെ ആവേശത്തിലാഴ്ത്തുക, അതിലൂടെ ആഭ്യന്തര രാഷ്ട്രീയ നേട്ടം കൊയ്യുക, ഇതാണ് ട്രംപിന്റെ യഥാർത്ഥ അജണ്ട. ഇറാൻ വെനസ്വേലയല്ല, അത് മിഡിൽ ഈസ്റ്റിലെ ഒരു സാധാരണ രാജ്യവുമല്ല. ദീർഘകാല ചരിത്രവും ചരിത്രപരമായ സൈനിക ശേഷിയും പ്രാദേശിക സ്വാധീനവുമുള്ള ഒരു രാഷ്ട്രമാണ്. ഇറാനെ ആക്രമിക്കുക എന്നത് ഒരു രാജ്യത്തെ മാത്രം ലക്ഷ്യമിടുന്ന നടപടിയല്ല, അത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനെയും അഗ്നിയിലേക്ക് തള്ളുന്ന തീരുമാനമായിരുന്നു. ഇസ്രായേൽ, സൗദി അറേബ്യ, ലെബനൻ, സിറിയ, ഇറാഖ് എല്ലായിടത്തും അതിന്റെ അലയൊലികൾ ഉണ്ടാകും. എണ്ണ വിപണികൾ കുലുങ്ങും, ആഗോള സാമ്പത്തിക വ്യവസ്ഥ തകർച്ചയുടെ വക്കിലെത്തും. ലോകം വീണ്ടും ഒരു യുദ്ധത്തിന്റെ ഭീതിയിൽ ജീവിക്കേണ്ടി വരും. ട്രംപിന്റെ രാഷ്ട്രീയ പദ്ധതി ലളിതമാണ്. ശത്രുവിനെ സൃഷ്ടിക്കുക, ഭയം വളർത്തുക, പിന്നെ ആ ഭയം മുതലാക്കി അധികാരം ഉറപ്പിക്കുക. ഇറാന്റെ ഭരണാധികാരിയെ പിടികൂടുമെന്നോ ഭരണകൂടം വീഴ്ത്തുമെന്നോ പറയുന്ന ഭീഷണികൾ യഥാർത്ഥത്തിൽ നടപ്പായാൽ അതിന്റെ പ്രത്യാഘാതം അമേരിക്കയ്ക്കും തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തതായിരിക്കും. ഇറാൻ തിരിച്ചടിച്ചാൽ അത് അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും സഖ്യരാജ്യങ്ങളിലേക്കും വ്യാപിക്കും. ഒരു ചെറിയ ആക്രമണം പോലും വലിയ യുദ്ധമായി മാറുന്ന സാഹചര്യമാണ്. ഇത്തരമൊരു യുദ്ധം ജനങ്ങൾക്ക് നൽകുന്നത് എന്താണ്? സമാധാനമാണോ? സുരക്ഷയാണോ? അല്ല, അത് നൽകുന്നത് മരണവും അഭയാർത്ഥി പ്രവാഹങ്ങളും വിശപ്പും സാമ്പത്തിക തകർച്ചയുമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളും ഐക്യരാഷ്ട്രസഭയും ഇത്തരം ഏകപക്ഷീയ നടപടികളെ എതിർക്കുമ്പോഴും ട്രംപ് അതെല്ലാം അവഗണിക്കുന്ന ശൈലിയാണ് പിന്തുടരുന്നത്. അമേരിക്ക ആദ്യം എന്ന മുദ്രാവാക്യം ലോക സമാധാനത്തെ രണ്ടാമതാക്കുന്ന രാഷ്ട്രീയമാണ്. ഒരു ഭരണാധികാരിയെ പിടികൂടി തടവിലാക്കുമെന്ന ഭീഷണി ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ തുറന്നു വെച്ചുള്ള ലംഘനമാണ്. അത് അംഗീകരിച്ചാൽ നാളെ ഏതൊരു ശക്തമായ രാജ്യത്തിനും ദുർബല രാജ്യങ്ങളെ ആക്രമിക്കാൻ ന്യായം കണ്ടെത്താം. ഇറാൻ അമേരിക്ക യുദ്ധം സംഭവിച്ചാൽ അതിന്റെ തീയിൽ കത്തുക സാധാരണ ജനങ്ങളായിരിക്കും. കുട്ടികളും സ്ത്രീകളും വയോധികരും. ആശുപത്രികളും സ്കൂളുകളും നഗരങ്ങളും ചാരമാകും. ലോകം വീണ്ടും എന്തിനാണ് ഈ യുദ്ധം എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ഒരാൾക്ക് മാത്രം അറിയാവുന്ന രാഷ്ട്രീയ ലാഭമായിരിക്കും. ട്രംപിന്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്ക് ലോകം മുഴുവൻ വില കൊടുക്കേണ്ടി വരുമോ എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഭയം. ഇതൊരു രാജ്യത്തെ പിന്തുണയ്ക്കലോ എതിർക്കലോ മാത്രമല്ല, ഇതൊരു യുദ്ധ രാഷ്ട്രീയത്തിനെതിരായ മനുഷ്യരാശിയുടെ നിലപാടാണ്. വെനസ്വേലയുടെ അനുഭവം മുന്നറിയിപ്പായി നിലനിൽക്കുമ്പോൾ ഇറാനെ മറ്റൊരു പരീക്ഷണ ഭൂമിയാക്കാൻ ലോകം അനുവദിക്കുമോ? ട്രംപിന്റെ രാഷ്ട്രീയ പദ്ധതികൾ ചരിത്രത്തിൽ മറ്റൊരു കറുത്ത അധ്യായമായി മാറുമോ എന്നത് ഇപ്പോൾ ലോകത്തിന്റെ തീരുമാനമാണ്. സമാധാനത്തിനായുള്ള ശബ്ദങ്ങൾ ഉയരാതെ പോയാൽ യുദ്ധത്തിന്റെ അലർച്ച നമ്മൾ എല്ലാവരും കേൾക്കേണ്ടി വരും.